നമസ്കാരം. വനംവകുപ്പ് അനുമതി നൽകിയാൽ ചമ്പക്കാട് നിവാസികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ. ശുദ്ധജലം ലഭിക്കാത്തതിനാൽ പുഴവെള്ളമാണ് പ്രദേശവാസികൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് വല്ലാത്ത ദുസ്ഥിതിയാണ്. താൻ അധികാരത്തിൽ വന്നതു മുതൽ ഇവിടെ കുടിവെള്ളം എത്തിക്കണമെന്ന് താൽപര്യപ്പെട്ടിരുന്നു. ഇതിനായി പല വഴിക്ക് നീങ്ങിയെങ്കിലും ഫണ്ടിന്റെ ലഭ്യത തടസ്സമായി. പദ്ധതി നടപ്പിലാക്കാൻ ഇപ്പോഴും പഞ്ചായത്ത് ഫണ്ട് ലഭിക്കുന്നതിനുള്ള സാധ്യത വിരളമാണ്. സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി കുഴൽക്കിണർ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അദ്ദേഹം വിശദമാക്കി. എൻ്റെ പേര് പി ടി തങ്കച്ചൻ എന്നാണ്. കാന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാനിന്ന് നമ്മുടെ കാന്തൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലത്തിലാണ് നമ്മുടെ 1-ാം വാർഡിൻ്റെ ചമ്പക്കാട് എന്ന് പറഞ്ഞ പ്രദേശം. ഇതിൽ മുൻ മെമ്പറാണ് ഈ നിൽക്കുന്നത്. ഇവിടുത്തെ ഞാൻ 5 വർഷമായിട്ട് ഭരണത്തിൽ കയറിയപ്പോൾ തൊട്ട് ഇവർക്ക് കുടിവെള്ളം കൊടുക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കാനായിട്ട് നമ്മൾ ഏറ്റവും മാക്സിമം ചെയ്യാവുന്ന ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങളാണ്. പക്ഷേ ഈ കാണുന്ന ഈ പാമ്പാർ നദിയിൽ നിന്നാണ് ഇവർ വെള്ളം കുടിക്കുന്നത്. കാന്തൂരിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങൾ അഴുക്ക് വെള്ളമാണ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ ഇവർക്ക് നല്ല വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പഞ്ചായത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതിന് നിയമ തടസ്സങ്ങളാണ് നമുക്ക് മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ ഫോറസ്റ്റിലെ വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ചുകൊണ്ട് ഇവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ബോറിംഗ് അടിക്കാനുള്ള സൗകര്യം. ഇപ്പോൾ കറണ്ട് നമുക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. കറണ്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നല്ല കുടിവെള്ളത്തിന് ബോറിംഗ് 2 സ്ഥലത്ത് അടിക്കണം. 2 ഗ്രാമം 2ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഒരു വശത്ത് സ്കൂളും കാര്യങ്ങളും ബിൽഡിങ്ങുകളും ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാപനങ്ങളും ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിൽ ആൾക്കാർ താമസിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കുടിവെള്ളമാണ്. കുടിവെള്ളം ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ ഒരു ദിവസം എന്തെല്ലാം ചിലവാക്കുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ അറിയിക്കുന്നതായിട്ടും. മെമ്പറെ, എങ്ങനെയാ ഈ കുടിവെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ? കുടിവെള്ളത്തിന്റെ കാര്യം ഞങ്ങൾ ഈ ആറ്റിലെ വെള്ളം തന്നെ കലങ്ങിയാലും കട്ടി ചേറായിട്ടൊക്കെ വെള്ളം കലങ്ങി വരും. ആ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പൈപ്പിട്ട് വെള്ളം കൊണ്ടുവരണമെന്നും പറഞ്ഞ് തീരുമാനം എടുത്ത് ചേട്ടൻ ഉള്ളപ്പോൾ കളക്ടറേറ്റിൽ 3 പ്രാവശ്യം പോയി. അങ്ങനെ പോയിട്ട് BC ആണ് പിന്നെ ഓർഡറാക്കി തന്നത്. ഈ പൈപ്പിടാൻ ദുവാനത്തിൽ നിന്ന് പൈപ്പിടാൻ വേണ്ടി ഇട്ട് തന്നത്. അങ്ങനെയാണ് അവിടുന്ന് ഈ പൈപ്പ് വെള്ളം വരുന്നത്. അതും ഈ ആറ്റിലെ വെള്ളമല്ലേ. ഇനി എങ്ങനെയാ സർക്കാർ നോക്കി എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ വെച്ചേ, ബോറിംഗ് അടിച്ച് നിങ്ങൾക്ക് നല്ല കുടിവെള്ളം തരാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് പോകും. ഞാൻ ഭരണത്തിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. ഫണ്ടില്ല. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ആയി. അപ്പൊ ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നല്ല, പക്ഷെ എനിക്ക് അനുമതി കിട്ടണം, ഫോറസ്റ്റ് അനുമതി കിട്ടണം. നിങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കണം. നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമല്ലേ? ഞാൻ മാത്രം ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഗ്രാമത്തിൽ എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ഇവിടെ 60-69 വീട്ടുകാർ. 69 വീട്ടുകാരും കുടിക്കുന്ന ഈ വെള്ളമാണ്. ഈ വെള്ളം തന്നെയാ. അപ്പൊ അതിൽ നമുക്ക് ഒരു മാറ്റം വരുത്തണ്ടേ? മാറ്റണം. അപ്പൊ ഈ ഗ്രാമത്തിന്റെ എന്തൊക്കെയാണ് കുറവുകളെന്ന് പറഞ്ഞു കൊടുത്തേ. വെള്ളത്തിന്റെ ഇപ്പൊ കൂടുതലും കുറവ്. വേറെ ഒന്നും പ്രശ്നങ്ങളില്ലേ? വേറെ പിന്നെ കൃഷിയുടെ കാര്യം. കൃഷിക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം? അതിപ്പോ അതിന് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തിട്ടാലും ആനയുടെയും പന്നിയുടെയും ശല്യം. ഞാൻ ഈ പ്രാവശ്യം 50 സെന്റിലും കപ്പയിട്ടതാ. പറിക്കാറായ സമയം സുന്ദരം ഒരു കപ്പയായിരുന്നു. വെള്ളം തിളച്ചാ മതി കപ്പ അതുപോലെ വേവുന്ന കപ്പയാ. അത് മൊത്തം പന്നി കളഞ്ഞു. 3 രാത്രി കൊണ്ട് മൊത്തം കപ്പയും കളഞ്ഞു. ഈ വന്യമൃഗങ്ങളുടെ നിരന്തരമായിട്ട് അതുകൊണ്ട് അതിന് ഞാൻ വല, ഈ കമ്പിവല 4 റോള് മേടിച്ചാ കെട്ടിയത്. അതെല്ലാം പൊളിച്ചു കളഞ്ഞാ കേറി അകത്ത് കയറി കളഞ്ഞത്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് സഹായങ്ങളൊന്നുമില്ല. ഞാൻ ഒരു റോളിന് 3000 രൂപ വെച്ചാ മേടിച്ച് 4 റോള് മേടിച്ച് കെട്ടിയത്. ചുറ്റിൽ ഇപ്പോഴും പോയി കണ്ടോ പ്രസിഡന്റ്? അത് അങ്ങനെ തന്നെ ഉണ്ട്. വേലി കെട്ടിയത് അത് മൊത്തം കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്താ പിന്നെ ഞങ്ങൾ എന്നാ കൃഷി ഇവിടെ ഉണ്ടാക്കും? ഷിബുക്ക് ഇവിടെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം പ്രശ്നം വെള്ളം തന്നെയാണ് അല്ലേ? കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം ഞാൻ ഇപ്പോൾ ഈ ഒരു ഡിസംബർ കഴിയുമ്പോഴേക്ക് മുമ്പ് തന്നെ ഫോറസ്റ്റിന് അനുവാദത്തോട് കിട്ടിയ വൈൽഡ് ലൈഫ് വാർഡിനോട് സംസാരിച്ചിട്ട് മനുഷ്യൻ ജീവിക്കും വെള്ളം അത്യാവശ്യമാണല്ലോ. വെള്ളം അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? കുടിവെള്ളത്തിന്റെ കാര്യത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാമം ഈ കാന്തൂർ പഞ്ചായത്തിന്റെ ഈ ചമ്പക്കാട് എന്ന് പറഞ്ഞ പ്രദേശം, ഇതുപോലെ തന്നെ പാലപ്പെട്ടിലും പ്രശ്നങ്ങളുണ്ട്. അവിടെയും ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നമുക്കൊരു ടൂറിസം മേഖലയായിട്ട് വളർത്താനായിട്ട് ഫോറസ്റ്റ് അനുഭവത്തോട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഷിബു നല്ല മീൻപിടുത്തക്കാരനാണ്. ഷിബുവിന്റെ അച്ഛൻ കറുപ്പയ്യ അല്ലേ? അറിയാലോ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് ചെറിയ വരുമാനം കിട്ടണമെങ്കിൽ
ഫോറസ്റ്റുകാർ സഹകരിച്ചാൽ നമുക്ക് നല്ല ടൂറിസമായിട്ട് കാന്തൂർ ഹോം സ്റ്റേയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അപ്പോൾ ഇവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇവർക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്തുകൊണ്ട് ഇവിടെ മീൻ പിടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു കൂലി കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണവും കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ പോലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ഗ്രാമത്തിലുണ്ട്, നമ്മുടെ വാർഡിലുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും പഞ്ചായത്തിന് കീഴിൽ ചെയ്തു തരാമെന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അതിന് തീർച്ചയായും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിയമതടസ്സത്തിനെ പറ്റി എനിക്കറിയില്ല. ഓക്കെ, നമസ്കാരം. M4 മലയാളം അറിയും.